ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉണ്ടല്ലോ, എനിക്ക് വളരെ സ്പെഷ്യലാണ്. കാരണം ആദ്യമായിട്ട് ട്രെയിനിൽ കയറുന്നൊരു വ്ളോഗാണിത്. ആദ്യം മെട്രോയിൽ കയറിയിട്ടുണ്ട്, പക്ഷേ നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ സാധാരണ ട്രെയിനിൽ ആദ്യമായിട്ട് കയറാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആദ്യക്കൂടെ ട്രെയിനിൽ കയറാമെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പാസഞ്ചറിനാണ് പോകുന്നത്. എവിടേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ തുറവൂരേക്കാട്ടോ പോകുന്നത്. ആലപ്പുഴ ജില്ലയിൽ തുറവൂർ എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. ഒരു ടെമ്പിൾ വിസിറ്റിനാട്ടോ പോകുന്നത്. അപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛൻ, അമ്മ, ഞാൻ, ആദ്യക്കൂടെ ഞങ്ങൾ 4 പേരോടാട്ടോ പോകുന്നത്. അപ്പോൾ ആദ്യക്ക് ചെറിയൊരു വിഷമമൊക്കെ ഇടയ്ക്ക് ഉണ്ടായി. കാരണം ആദ്യമേ വിൻഡോ സീറ്റിൽ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇരുത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യക്ക് അതൊരു വിഷമമായിപ്പോയി. കാരണം നമ്മളങ്ങനെ ഒരുപാട് ഇരുത്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യക്ക് നല്ല ചുമയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരാഴ്ചയൊക്കെ കഷ്ടിയായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ രാവിലെ കുളിച്ചിട്ടാണ് ഇറങ്ങിയ വീട്ടിൽ നിന്ന്. പിന്നെ തണുത്ത കടൂർ അടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരുപാട് നേരം നമ്മൾ വിൻഡോ സീറ്റിൽ ഇരുത്തിയില്ല. അതിനാൾക്ക് ചെറിയൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ തലേ ദിവസം അമ്മാവൻ ഗിഫ്റ്റ് ചെയ്ത ട്രെയിനൊക്കെ ആയിട്ടാണ് പുള്ളി ട്രെയിനിൽ വന്ന് കയറി. അപ്പോൾ അതുകൊണ്ട് പിന്നെ അകത്തിരുന്ന് ട്രെയിൻ കളിക്കുമായിരുന്നു ആദ്യം. അതുകൊണ്ട് പിന്നെ അങ്ങ് ഓക്കെ ആയി കേട്ടോ. അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ കാഴ്ചകളൊക്കെ കണ്ട് എനിക്ക് ഈ വഴി ട്രെയിനിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒരു പ്രത്യേക ഭംഗിയാണ് ഈ വഴി പോകുമ്പം കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇത് കോട്ടയം വഴിയല്ല, ഇത് ആലപ്പുഴ വഴിയുള്ള ട്രെയിനാണ് കേട്ടോ. അപ്പോൾ ആലപ്പുഴയുടെ അങ്ങേയറ്റത്ത് നമ്മൾ കായംകുളത്ത് നിന്നാണ് കയറിയത്. കായംകുളത്തു നിന്ന് തുറവൂരിലേക്ക്. പിന്നെ ഈ ഒരു യാത്രയ്ക്ക് വേറൊരു സ്പെഷ്യാലിറ്റി കൂടി ഉണ്ട് കേട്ടോ. ഞാനൊരു 6-7 വർഷത്തിന് ശേഷമാണ് ട്രെയിനിൽ കയറുന്നത്. കല്യാണത്തിന് മുമ്പെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കൂടുതലും ട്രെയിൻ യാത്രയാണ് പ്രിഫർ ചെയ്യുക ദൂരത്തേക്കൊക്കെ പോകുമ്പോഴത്തേക്ക്. പക്ഷേ കല്യാണത്തിന് ശേഷം അണ്ണൻ ചേട്ടൻ്റെ കൂടെ മിക്കവാറും കാറിലാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോവുക കേട്ടോ. അങ്ങനെ തുറവൂർ സ്റ്റേഷനിൽ വന്നിറങ്ങി. ഇനി നമ്മളിവിടെ നിന്ന് ഡയറക്റ്റായിട്ട് ഓട്ടോറിക്ഷ പിടിച്ച് കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ അമ്പലത്തിലേക്ക്. ഡയറക്റ്റ് നമ്മളങ്ങ് അമ്പലത്തിലോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മളിവിടെ അപ്പോഴത്തേക്ക് ചെറുതായിട്ട് ചാറാൻ വേണ്ടി തുടങ്ങി കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ഒരു ഓട്ടോറിക്ഷ പിടിച്ചു. ഓട്ടോറിക്ഷ എനിക്കത് മിനിമം ചാർജ് ആണെന്ന് തോന്നുന്നു. അമ്പലത്തിലേക്ക് എത്തി. ഇതാണ് തുറവൂർ മഹാക്ഷേത്രം. ഇവിടെ 2 മൂർത്തികളാണുള്ളത്. ഒന്ന് നരസിംഹമൂർത്തി, ഒന്ന് സുദർശനമൂർത്തി. നമുക്ക് ഈ ഒരു അമ്പലത്തിനോടുള്ള കണക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് നമ്മൾ കുറേ നാൾ ഇവിടെ ഉണ്ടായിരുന്നു എൻ്റെ ചെറുപ്പത്തിൽ. പക്ഷേ എന്നെക്കാളും കൂടുതൽ ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഇവിടുത്തെ ഉള്ളത് എൻ്റെ ബ്രദറിനാണ് കേട്ടോ. ഞാൻ തീരെ വാവയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന കാര്യങ്ങളൊന്നും ഇവിടെ നിന്നില്ല. പക്ഷേ എൻ്റെ ആങ്ങള അങ്ങനെയല്ല, ഇവിടെ ആയിരുന്നു. ചേട്ടൻ കുറേ നാൾ പഠിച്ചതും കാര്യങ്ങളും എല്ലാം. അപ്പോൾ ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര വിശ്വാസമാണ് ഈ ഒരു ക്ഷേത്രം. ഇവിടെ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഉണ്ടായെന്നൊക്കെയാണ് അമ്മ പറയുന്നത്. അപ്പോൾ എനിക്ക് ചോറ് തന്നതും എനിക്ക് തുലാഭാരം നടത്തിയതും ഒക്കെ ഈ ഒരു അമ്പലത്തിലും ഉണ്ട് കേട്ടോ. നാട്ടിലെ അമ്പലങ്ങളിലും ഉണ്ടായിരുന്നു. ഏത് അമ്പലങ്ങളൊക്കെയാണെന്ന് കറക്റ്റ് എനിക്ക് ഡേറ്റാസൊക്കെ എനിക്ക് മറന്നു പോയിരിക്കുന്നു. പ്രായം കുറേ ആയല്ലോ, അപ്പം എനിക്ക് ഓർമ്മയില്ല ഇപ്പോൾ. അപ്പോൾ അങ്ങനെ എനിക്ക് ചോറ് തന്ന് തുലാഭാരം നടത്തിയതിൽ ഒരു അമ്പലമാണ് ഈ ഒരു അമ്പലം. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും നമുക്ക് വന്ന് തൊഴണം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് മിക്ക വർഷങ്ങളും വന്ന് തൊഴാറുണ്ട്. കല്യാണത്തിന് ശേഷമാണ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് മിസ്സാവുന്നത് കേട്ടോ. അപ്പോൾ നമ്മളൊരു 10:30 ഒക്കെ ആയപ്പോഴത്തേക്ക് അമ്പലത്തിൽ വന്നു. ഒരു 11:30-12 വരെയൊക്കെ അമ്പലം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയായിട്ട് തൊഴുതു. പിന്നെ ഉത്സവം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസമായിരുന്നു കേട്ടോ. ഉത്സവം ദീപാവലിക്കാണ് ഇവിടെ ഉത്സവം വരുന്നത്. ഉത്സവത്തിൻ്റെ പിറ്റേ ദിവസമാണ് നമ്മൾ 2 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ പോയത്. കാരണം ഞാൻ എപ്പോഴും പറയും, എനിക്ക് തിരക്ക് ഇഷ്ടമല്ല അമ്പലത്തിൽ. അപ്പം തിരക്കില്ലാത്തപ്പം പോകാൻ വേണ്ടിയിട്ട് ഞാൻ മനഃപൂർവ്വം നീട്ടിയതാണ് ഉത്സവം കഴിയട്ടെ എന്ന്. എനിക്ക് ഹർത്താലുള്ള ദിവസമാണെങ്കിൽ അത്രയും സന്തോഷം. അമ്പലത്തിൽ പോയി ഞാനും ഭഗവാനും മാത്രമാണെങ്കിൽ എനിക്ക് അത്രയും സന്തോഷം. അങ്ങനെ നന്നായിട്ട് ഭഗവാനെയൊക്കെ കണ്ട് തൊഴുതു. നമ്മൾ അടുത്തൊരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇത് പണ്ട് മുതലേ അച്ഛൻ സ്ഥിരമായിട്ട് കയറുന്നൊരു ഒരു റെസ്റ്റോറൻറ്റാണ്. പൈസ് കോഫി ഹൗസ് എന്നാണ് പേര്. അപ്പോൾ അവിടുന്ന് നൊസ്റ്റാൾജിയയ്ക്ക് അച്ഛൻ അവിടുന്ന് ഫുഡ് വാങ്ങിച്ച് കഴിക്കും ഇവിടെ വരുമ്പോൾ. അങ്ങനെ ആദ്യക്കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞ് വഴക്കൊക്കെ ഇട്ടിട്ട് എന്തൊക്കെയോ വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞ് ബഹളം വെച്ചിട്ടൊക്കെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഉത്സവത്തിൻ്റെ ബാക്കിയായിട്ടുള്ള കടകളെല്ലാം കാഴ്ചകളെല്ലാം കണ്ട് ഇവിടെ നമ്മൾ പണ്ട് താമസിച്ചിരുന്ന വീട്ടിലേക്ക് പോവാട്ടോ. ഇവിടെ വരുമ്പം ഒരു പ്രത്യേക ഒരു ഭംഗിയും ഒരു വൈബും ഒക്കെ ആട്ടോ ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തീരെ കുഞ്ഞുവാവയായിരുന്നപ്പോഴാണ് ഇവിടെ താമസിച്ചത്. അപ്പോൾ എനിക്ക് അതുകൊണ്ട് തന്നെ വലിയ ഓർമ്മകളും കാര്യങ്ങളൊന്നുമില്ല. ചേട്ടനാണ് കുറച്ചുകൂടെ മെമ്മറീസ് ഒക്കെ ഇവിടെ ഉള്ളത്. അപ്പോൾ അമ്മയാണ് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുന്നത്. അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ വീഡിയോയ്ക്കകത്ത് നേരത്തെ ഒരു 1-2 വർഷം മുമ്പത്തെ ബ്ലോഗിനകത്ത് ഞാൻ ഈ ഒരു വീടും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യക്കുട്ടിന് തുലാഭാരത്തിന് വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ.
അതിൻ്റെ വ്ളോഗ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വ്ളോഗിൻ്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്തേക്കാമേ. അങ്ങനെ നമ്മൾ അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. ഇത് ഭഗവാന്റെ പ്രസാദമാണ് കേട്ടോ. അങ്ങനെ ചായ എല്ലാം കുടിച്ചിട്ട് വൈകിട്ട് എല്ലാവരെയും കണ്ടു ഹാപ്പി ആയിട്ട്, അമ്മുമ്മ എല്ലാവരെയും കണ്ടു ഹാപ്പി ആയിട്ട് ഇറങ്ങി. ഇത് അവിടുത്തെ ചേട്ടനാണ്. ചേട്ടൻ നമ്മളെ സ്റ്റേഷനിലോട്ട് ഇറക്കാൻ വേണ്ടിയിട്ട് വന്ന കേട്ടോ. ചെറിയൊരു മഴയൊക്കെ ചാറുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതേ തുറവൂർ സ്റ്റേഷനിലെത്തി തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോവാട്ടോ. അതിനുശേഷം ഒരുപാട് ഞാൻ അങ്ങനെ വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം തിരിച്ചങ്ങോട്ട് പോയപ്പോൾ നമ്മൾ ഇവിടുന്ന് തുറവൂരിൽ നിന്ന് കയറി ആലപ്പുഴ ഇറങ്ങി. ആലപ്പുഴയിൽ നിന്ന് പിന്നെ വേറൊരു ട്രെയിനിലാണ് പോയത്. അപ്പം കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ വൈകിട്ടായതുകൊണ്ട് നമ്മുടെ ഈ ഓഫീസൊക്കെ കഴിഞ്ഞ് വരുന്ന ആൾക്കാരൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു. എനിക്ക് കുറച്ച് നേരം നിൽക്കേണ്ട വന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ പിന്നെ നമ്മൾക്ക് അങ്ങനെ വിഷ്വൽസ് എടുക്കാനും പറ്റിയൊരു അവസ്ഥയായിരുന്നില്ല. പുറത്ത് നല്ല മഴയായിരുന്നു. പിന്നെ പെട്ടെന്ന് ഇരുട്ടി. അപ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ഇത്രയും കൊല്ലമായിട്ട് ക്യാമറ പിടിച്ച് നടന്നാലും എനിക്ക് ഭയങ്കര ചമ്മലാണ് ആൾക്കാരുടെ മുമ്പിൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ പോകേണ്ട ട്രെയിൻ എത്തി. നമ്മളിതാ ഇതിൽ അങ്ങോട്ടേക്ക് പോവാണ് തിരിച്ച് വീട്ടിലോട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവരും ഹെൽത്തി ആയിട്ട് ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുക. അപ്പോൾ ബൈ.